ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ് ആണ്. വേറൊന്നുമില്ല, നമ്മൾ മലയാളത്തിൽ പറയാറുണ്ടല്ലോ, തിരികെ വരിക, തിരികെ പോവുക, തിരികെ വാങ്ങുക, തിരികെ കൊടുക്കുക. ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷിൽ നമ്മൾ എന്താണ് യൂസ് ചെയ്യുക, അത് ഇംഗ്ലീഷിൽ എങ്ങനെയാണ് ഡെയിലി ലൈഫ് സെന്റൻസിൽ യൂസ് ചെയ്യുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ. എന്നിട്ട് ഇവിടെ സ്കിപ്പ് ചെയ്യാതെ കാണുക. അവസാനം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് സെന്റൻസിലേക്ക് കടക്കാം. ഇപ്പം ഒരു വസ്തു തിരികെ തരിക എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് തരിക, നൽകുക, കൊടുക്കുക എന്നുള്ളതിനൊക്കെ ഗിവ് ആണല്ലോ. ഗിവ് ബാക്ക്. തിരികെ എന്നുള്ളതിന് നമുക്കറിയാം ബാക്ക് ആണ്. അപ്പോൾ അതിന്റെ തൊട്ട് മുമ്പിലായിട്ട് നമ്മൾ എന്താണോ പറയുന്നത്, അതായത് തിരികെ തരിക, ഗിവ് ബാക്ക് എന്നാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് സെന്റൻസ് ആദ്യം നോക്കാം. എന്റെ പേന തിരികെ തരൂ, എന്റെ പേന തിരികെ തരൂ, എന്റെ ഫോണ് തിരികെ തരൂ എന്ന് പറയാറുണ്ട്. ഗിവ് മീ മൈ പെൻ ബാക്ക്. ഗിവ് മീ മൈ പെൻ ബാക്ക്. ഗിവ് മീ മൈ പെൻ ബാക്ക്. എന്റെ പേന തിരിച്ചു തരൂ. ഓക്കെ, ഞാൻ പുസ്തകം തിരികെ തരുന്നു. അല്ലേ, ഞാൻ പുസ്തകം തിരികെ തരുന്നു. ഐ ഗിവ് ബുക്ക് ബാക്ക്. ഐ ഗിവ് ബുക്ക് ബാക്ക്. അവൾ എന്റെ പേന തിരികെ തരുന്നു. അവൾ എന്റെ പേന തിരികെ തരുന്നത് പ്രസന്റിലാണ് പറയുന്നത്, സിമ്പിൾ പ്രസന്റിലാണ് കേട്ടോ. അവൾ എന്റെ പേന തിരികെ തരുന്നു. അപ്പം ഷീ ഗിവ്സ് എന്ന് വേണം പറയാനായിട്ട്. ഷീ ഗിവ്സ് മൈ പെൻ ബാക്ക്. ഷീ ഗിവ്സ് മൈ പെൻ ബാക്ക്. അവൾ എന്റെ പേന തിരികെ തരുന്നു. ഇനി നമ്മളിത് പാസ്റ്റിൽ പറയുകയാണെങ്കിലോ, ഞാൻ പുസ്തകം തിരികെ തന്നു. അല്ലെ, ഞാൻ നിന്റെ ഫോൺ തിരികെ തന്നു, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പൊ ഞാൻ പുസ്തകം തിരികെ തന്നു എന്ന് പറയുകയാണെങ്കിൽ ഗിവിന്റെ പാസ്റ്റ് നമ്മൾ കണ്ടെത്തണം. ഐ ഗേവ് ദ ബുക്ക് ബാക്ക്. ഐ ഗേവ് ദ ബുക്ക് ബാക്ക്. അല്ലെ, ഗിവിന്റെ പാസ്റ്റ് ഗേവ് ആണ്. ഐ ഗേവ് ദ ബുക്ക് ബാക്ക്. ഞാൻ പുസ്തകം തിരികെ തന്നു. അവൾ എന്റെ പേന തിരികെ തന്നു. ഇവിടെ സബ്ജക്ട് ഏതായാലും നമ്മുടെ പാസ്റ്റില് ഒരേ രീതിയാണ്, വെർബിന്റെ ഫോം അല്ലെ. അവൾ എന്റെ പേന തിരികെ തന്നു. ഷീ ഗേവ് മൈ പെൻ ബാക്ക്. ഷീ ഗേവ് മൈ പെൻ ബാക്ക്. ഓക്കെ, ഇനി അത് ഫ്യൂച്ചറിൽ പറയുകയാണെങ്കിൽ ഞാൻ പുസ്തകം തിരികെ തരും. ഞാൻ പുസ്തകം തിരികെ തരും. ഐ വിൽ ഗിവ് ദ ബുക്ക് ബാക്ക്. ഐ വിൽ ഗിവ് ദ ബുക്ക് ബാക്ക്. ഞാൻ പുസ്തകം തിരികെ തരും. അവൻ എന്റെ പേന തിരികെ തരും. അവൻ എന്റെ പേന തിരികെ തരും. അവനാണ്. അപ്പം ഹി വിൽ ഗിവ് മൈ പെൻ ബാക്ക്. ഹി വിൽ ഗിവ് മൈ പെൻ ബാക്ക്. അവൻ എന്റെ പേന തിരികെ തരും. അപ്പൊ തിരികെ തരിക, ഇതിനു വേണ്ടിയിട്ട് നമ്മൾ എന്താ യൂസ് ചെയ്യുക? ഗിവ് ബാക്ക്. നമ്മുടെ വെർബ് ഏതാണോ അത് നോക്കുക കേട്ടോ. അപ്പം തിരിച്ചു വരിക എന്നാണെങ്കിൽ കം ആയിരിക്കും സബ്ജക്റ്റ്. അതിനുശേഷം ഗിവ്. ഗിവ് ആണെങ്കിൽ വെർബ്. അതിനുശേഷം നമുക്ക് എന്താണോ പറയാനുള്ളത് പറഞ്ഞിട്ട് അവസാനം ബാക്ക് എന്ന് യൂസ് ചെയ്യുക. വളരെ സിമ്പിൾ ആണ്. ഓക്കെ, കം ബാക്ക്, അതായത് തിരിച്ചു വരിക. തിരികെ വരിക എന്ന് പറയാറുണ്ടല്ലോ, തിരികെ വരിക. ഇത് നമ്മൾ സെന്റൻസിൽ ഒരുപാട് തവണ യൂസ് ചെയ്യാറുള്ളതാണ്. തിരികെ വരിക, കം ബാക്ക്. ഫോർ എക്സാമ്പിൾ, ഞാൻ നേരത്തെ തിരികെ വരുന്നു. ഞാൻ നേരത്തെ തിരികെ വരുന്നു. അതായത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം, സിമ്പിൾ പ്രസന്റ് ആണ്. ഞാൻ നേരത്തെ തിരികെ വരുന്നു. ഐ കം ബാക്ക് ഏർലി. ഐ കം ബാക്ക് ഏർലി. ഞാൻ നേരത്തെ തിരികെ വരുന്നു. അവൻ 6 മണിക്ക് തിരികെ വരുന്നു. ഇത് സിമ്പിൾ പ്രസന്റിലാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അവൻ 6 മണിക്ക് തിരികെ വരുന്നു. ഇവിടുത്തെ സബ്ജക്റ്റ് അവനാണ്, അതുകൊണ്ട് തന്നെ വെർബിന് ചെറിയൊരു മാറ്റം വരുമല്ലോ. ഹി കംസ് ബാക്ക് അറ്റ് 6. ഹി കംസ് ബാക്ക് അറ്റ് 6. അവൻ 6 മണിക്ക് തിരികെ വരുന്നു. ഞാൻ നേരത്തെ തിരികെ വന്നു എന്ന് പാസ്റ്റിൽ പറയുകയാണെങ്കിലോ, ഞാൻ നേരത്തെ തിരികെ വന്നു. ഐ കെയിം ബാക്ക് ഏർലി. ഐ കെയിം ബാക്ക് ഏർലി. ഞാൻ നേരത്തെ തിരികെ വന്നു. ഇനി അതുപോലെ തന്നെ അവൾ 6 മണിക്ക് തിരികെ വന്നു, അല്ലെങ്കിൽ അവൾ 5 മണിക്ക് തിരികെ വന്നു, ഇങ്ങനെയൊക്കെ പറയാറുണ്ട് അല്ലെ. ഷി കെയിം ബാക്ക് അറ്റ് 6. വളരെ സിമ്പിൾ ആണ്. ഷി കെയിം ബാക്ക് അറ്റ് 6. ഇവിടെ വെർബാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. വെർബിനാണ് ചേഞ്ച് വരുന്നത്. ഓക്കെ, ഷി കെയിം ബാക്ക് അറ്റ് 6. ഓക്കെ, ഫ്യൂച്ചറിൽ പറയുകയാണെങ്കിലോ, ഞാൻ ഉടൻ തിരികെ വരും. ഞാൻ ഉടൻ തിരികെ വരും. ഐ വിൽ കം ബാക്ക് സൂൺ. ഐ വിൽ കം ബാക്ക് സൂൺ. ഞാൻ ഉടൻ തിരികെ വരും. ഇനി അവൻ നാളെ തിരികെ വരും. അവൻ നാളെ തിരികെ വരും എന്ന് പറയുകയാണെങ്കിൽ ഹി വിൽ കം ബാക്ക് ടുമോറോ. ഹി വിൽ കം ബാക്ക് ടുമോറോ. അവൻ നാളെ തിരികെ വരും.
അപ്പോൾ നമ്മൾ തിരികെ വരിക എന്നുള്ളത് പഠിച്ചല്ലോ, കം ബാക്ക് ആണ്. തിരികെ കൊടുക്കുക എന്നുള്ളതിന് റിട്ടേൺ എന്ന് യൂസ് ചെയ്യാം. ബാക്കിന്റെ ആവശ്യം വരുന്നില്ല. റിട്ടേൺ എന്ന് പറഞ്ഞാൽ തന്നെ തിരിച്ചു കൊടുക്കുക, റിട്ടേൺ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അവിടെ നമുക്ക് റിട്ടേൺ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ പറയാം. ഫോർ എക്സാമ്പിൾ, ഞാൻ പുസ്തകം ഇന്ന് തിരിച്ചു കൊടുക്കുന്നു. ലൈബ്രറിയിൽ നിന്നൊക്കെ എടുത്ത ബുക്ക് നമ്മൾ തിരിച്ചു കൊടുക്കുന്നു എന്ന് പറയാറുണ്ട്. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു മാറ്റം വരുത്തണമെങ്കിൽ നമ്മൾ ആ പുസ്തകം തിരിച്ചു കൊടുക്കുന്നു എന്ന് പറയാറുണ്ട്, അല്ലെ? കടയിൽ നിന്നൊക്കെ നോട്ട്ബുക്ക് വാങ്ങി, അപ്പൊ നമുക്ക് ലൈനുള്ള നോട്ട്ബുക്കാണ് വേണ്ടത്, പക്ഷെ വാങ്ങിച്ചു കൊണ്ടുവന്നത് ലൈൻ ഇല്ലാത്തതാണെങ്കിൽ നമ്മൾ ഈ പുസ്തകം റിട്ടേൺ കൊടുക്കുന്നു എന്ന് പറയാറുണ്ട്. അവിടെ റിട്ടേൺ ബാക്ക് എന്നൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ പുസ്തകം ഇന്ന് തിരികെ കൊടുക്കുന്നു. ഐ റിട്ടേൺ ദ ബുക്ക് ടുഡേ. ഐ റിട്ടേൺ ദ ബുക്ക് ടുഡേ. ഇങ്ങനെ പറയാട്ടോ. അവർ താക്കോലുകൾ തിരികെ കൊടുക്കുന്നു. അവർ താക്കോലുകൾ തിരികെ കൊടുക്കുന്നു. അപ്പൊ എല്ലാറ്റിനും നമുക്ക് ബാക്ക് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇവിടെ നമ്മൾ റിട്ടേൺ യൂസ് ചെയ്യുകയാണെങ്കിൽ അവിടെ നമ്മൾ ബാക്ക് യൂസ് ചെയ്യേണ്ട. അവർ താക്കോലുകൾ തിരികെ കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ദേ റിട്ടേൺ ദ കീസ്. ദേ റിട്ടേൺ ദ കീസ്. അവർ താക്കോലുകൾ തിരികെ കൊടുക്കുന്നു. ഇനി അത് പാസ്റ്റിൽ പറയുകയാണെങ്കിലോ, ഞാൻ പുസ്തകം തിരികെ കൊടുത്തു. അപ്പോൾ റിട്ടേണിന്റെ പാസ്റ്റ് ആണ് നമുക്ക് വേണ്ടത്. ഐ റിട്ടേൺ ദ ബുക്ക്. ഐ റിട്ടേൺ ദ ബുക്ക്. ഞാൻ പുസ്തകം തിരികെ കൊടുത്തു. അവർ താക്കോലുകൾ തിരികെ കൊടുത്തു. എങ്ങനെ പറയാ? ദേ റിട്ടേൺ ദ കീസ്. ദേ റിട്ടേൺ ദ കീ. ഫ്യൂച്ചറിൽ പറയുകയാണെങ്കിൽ, ഞാൻ നാളെ പുസ്തകം തിരികെ കൊടുക്കും. ഞാൻ നാളെ പുസ്തകം തിരികെ കൊടുക്കും, അല്ലേ? ഞാനാണ്. അപ്പൊ ഇവിടെ നമ്മൾ റിട്ടേൺ തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. പക്ഷെ ഐ വിൽ റിട്ടേൺ ദ ബുക്ക് ടുമോറോ. ഐ വിൽ റിട്ടേൺ. റിട്ടേണിന്റെ ഫസ്റ്റ് ഫോം തന്നെയാണ് വില്ല് യൂസ് ചെയ്യുമ്പോൾ കേട്ടോ. ഐ വിൽ റിട്ടേൺ ദ ബുക്ക് ടുമോറോ. ഞാൻ നാളെ പുസ്തകം തിരിച്ചു കൊടുക്കും. ഞങ്ങൾ താക്കോലുകൾ തിരികെ കൊടുക്കും. ഞങ്ങൾ താക്കോലുകൾ തിരികെ കൊടുക്കും എന്ന് പറയുകയാണെങ്കിൽ ഞങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. വി വിൽ റിട്ടേൺ ദ കീസ്. വി വിൽ റിട്ടേൺ ദ കീസ്. ഇനി അവർ ആണെങ്കിൽ they will return the keys, അല്ലേ? ഞങ്ങൾ താക്കോലുകൾ തിരികെ കൊടുക്കും. അവർ താക്കോലുകൾ തിരികെ കൊടുക്കും എന്ന് പറയാൻ വേണ്ടിയിട്ട്. അപ്പൊ അവിടെ നമ്മൾ റിട്ടേണിന്റെ കൂടെ ബാക്ക് യൂസ് ചെയ്യേണ്ട എന്നുള്ളതാണ്. ഓക്കെ. തിരികെ വാങ്ങുക അല്ലെങ്കിൽ തിരികെ എടുക്കുക എന്നൊക്കെ പറയാറുണ്ട്. ഈ വാങ്ങുക, എടുക്കുക, ഇതിന് രണ്ടും നമുക്ക് ടേക്ക് ബാക്ക് എന്ന് യൂസ് ചെയ്യാം കേട്ടോ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ അത് തിരികെ വാങ്ങുന്നു. ഇപ്പൊ ഒരു വസ്തു, ഇപ്പൊ നമ്മൾ കൊടുത്തൊരു വസ്തു തിരികെ വാങ്ങുകയാണെങ്കിൽ അവിടെ നമുക്ക് ബൈ യൂസ് ചെയ്ത്. ഇപ്പം എന്തെങ്കിലും ഒരു വസ്തു, ഫോർ എക്സാമ്പിൾ, ഞാൻ അത് തിരികെ വാങ്ങുന്നു എന്ന് പറയുകയാണെങ്കിൽ, ജസ്റ്റ് നമ്മൾ അങ്ങനെ പറയുകയാണെങ്കിൽ നമുക്കിവിടെ ഐ ടേക്ക് ഇറ്റ് ബാക്ക് എന്ന് പറയാം. അപ്പൊ ടേക്ക് എന്ന വെർബിന് വാങ്ങുക എന്നുള്ള ഒരു മീനിങ് കൂടി ഉണ്ട് എന്ന് നമ്മൾ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. പിന്നെ ബൈ യൂസ് ചെയ്യുന്നത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ പറഞ്ഞു തരാം. ഞാൻ അത് തിരികെ വാങ്ങുന്നു. അവൾ ബാഗ് തിരികെ വാങ്ങുന്നു എന്ന് പറയുകയാണെങ്കിൽ അവൾ ബാഗ് തിരികെ വാങ്ങുന്നു. ഷീ ടേക്സ് ദ ബാഗ് ബാക്ക്. ഷീ ടേക്സ് ദ ബാഗ് ബാക്ക്. ഞാൻ അത് തിരികെ വാങ്ങി. ഐ ടുക്ക് ഇറ്റ് ബാക്ക്. ഐ ടുക്ക് ഇറ്റ് ബാക്ക്. അവൾ ഫോൺ തിരികെ വാങ്ങി. അവൾ ഫോൺ തിരികെ വാങ്ങി. ഷീ ടുക്ക് ദ ഫോൺ ബാക്ക്. ഷീ ടുക്ക് ദ ഫോൺ ബാക്ക്. ഓക്കെ. ഞാനത് തിരികെ വാങ്ങും. ഫ്യൂച്ചറിലാണെങ്കിൽ ഐ വിൽ ടേക്ക് ഇറ്റ് ബാക്ക്. ഐ വിൽ ടേക്ക് ഇറ്റ് ബാക്ക്. ഞാനത് തിരിച്ചു വാങ്ങും. അവൾ ബാഗ് തിരികെ വാങ്ങും, അല്ലേ? അവൾ ബാഗ് തിരികെ വാങ്ങും. ഷീ വിൽ ടേക്ക് ദ ബാഗ് ബാക്ക്. ഷീ വിൽ ടേക്ക് ദ ബാഗ് ബാക്ക്. അവൾ ബാഗ് തിരികെ വാങ്ങും. തിരികെ പോകുക, അവൾ തിരികെ പോകുന്നു എന്നാണെങ്കിൽ ഷീ ഗോസ് ബാക്ക്, അല്ലേ? അവൾ തിരികെ പോകുന്നു. ഇനി അവൾ വീട്ടിലേക്ക് തിരികെ പോകുന്നു. ഷീ ഗോസ് ബാക്ക് ഹോം. ഷീ ഗോസ് ബാക്ക് ഹോം. ഞാൻ വീട്ടിലേക്ക് തിരികെ പോകുന്നു. ഐ ഗോ ബാക്ക് ഹോം. ഐ ഗോ ബാക്ക് ഹോം. അവൻ വീട്ടിലേക്ക് തിരികെ പോയി. അവൻ വീട്ടിലേക്ക് തിരികെ പോയി. ഹി വെന്റ് ബാക്ക് ഹോം. അവർ തിരികെ പോയി. അവർ തിരികെ പോയി. ദേ വെന്റ് ബാക്ക്. ദേ വെന്റ് ബാക്ക്. ഞങ്ങൾ വീട്ടിലേക്ക് തിരികെ പോകും. ഞങ്ങൾ വീട്ടിലേക്ക് തിരികെ പോകും. വി വിൽ ഗോ ബാക്ക് ഹോം. വി വിൽ ഗോ ബാക്ക് ഹോം. അവർ നാളെ തിരികെ പോകും. എങ്ങനെ പറയാ? അവർ നാളെ തിരികെ പോകും. എങ്ങനെ പറയാവും? താഴെ കമന്റ് ചെയ്യാട്ടോ. ഇത്രത്തോളം നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ബൈന്റെ ഒരു സിറ്റുവേഷൻ ഉണ്ടെന്ന്. ബൈ എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സാധനം തിരിച്ചു കൊടുത്തിട്ട് അത് തിരികെ വാങ്ങുന്ന ഒരു സിറ്റുവേഷൻ. ഫോർ എക്സാമ്പിൾ, ഞാൻ എൻ്റെ കാറ് തിരികെ വാങ്ങി.
അല്ലേ? ഞാൻ എപ്പോഴും എൻ്റെ കാർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ കാർ ഞാൻ തിരികെ വാങ്ങി എന്ന് പറയാം. ഞാൻ എൻ്റെ കാർ തിരികെ വാങ്ങി. പാസ്റ്റ്. ഐ ബോട്ട് മൈ കാർ ബാക്ക്. ഐ ബോട്ട് മൈ കാർ ബാക്ക്. ഞാൻ എൻ്റെ കാറ് തിരികെ വാങ്ങി. ഇത് ഏത് വസ്തു ആയാലും നമുക്ക് ഇങ്ങനെ പറയാം. ഇനി ഇവിടെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇങ്ങനെയും പറയട്ടെ. ഐ ബോട്ട് ബാക്ക് മൈ കാർ. ഐ ബോട്ട് ബാക്ക് മൈ കാർ. അപ്പോ ഇന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത് വളരെ സിമ്പിൾ ആയിട്ട് ഇവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഇത് കണ്ടിട്ട് ഇതുപോലെ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. തിരികെ തരൂ, അല്ലേ? ഗിവ് ഇറ്റ് ബാക്ക്. ഇറ്റ് എന്ന് പറഞ്ഞത് നമ്മൾ ഇടയിൽ ചേർക്കുന്ന സംഭവങ്ങളാണ്. എന്താണോ നമ്മൾ പറയുന്നത് അത് നമുക്ക് അവിടെ അതിനിടയിൽ ചേർക്കാം, അല്ലെങ്കിൽ ഗിവ് ബാക്ക് കഴിഞ്ഞിട്ട് നമുക്ക് ചേർക്കാം. അപ്പൊ സബ്ജക്റ്റ് പ്ലസ് ഗിവ് ഇറ്റ് ബാക്ക്, അല്ലെങ്കിൽ ഗിവ് ബാക്ക് ഇറ്റ് എന്ന് വേണം. ഇറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണോ നമ്മളെ വസ്തു. ഓക്കെ, അപ്പോ തിരികെ തരൂ, ഗിവ് ഇറ്റ് ബാക്ക് അല്ലെങ്കിൽ ഗിവ് ബാക്ക്. തിരികെ വാങ്ങൂ അല്ലെങ്കിൽ തിരികെ എടുക്കൂ, ടേക്ക് ബാക്ക് അല്ലെങ്കിൽ ടേക്ക് ഇറ്റ് ബാക്ക്. തിരികെ കൊണ്ടുവരൂ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല, പക്ഷെ നമുക്ക് പഠിച്ചിരിക്കാം. ബ്രിങ് ബാക്ക്, ബ്രിങ് ബാക്ക് ഓർ ബ്രിങ് ഇറ്റ് ബാക്ക്. ഓക്കെ, തിരികെ വരൂ, കം ബാക്ക്. തിരികെ പോകൂ, ഗോ ബാക്ക്. എനിക്ക് പണം തിരികെ തരൂ, എനിക്ക് പണം തിരികെ തരൂ, പേ മീ ബാക്ക്, പേ മീ ബാക്ക്. ഓക്കെ, തിരികെ വിളിക്കൂ, എന്നെ തിരികെ വിളിക്കൂ. എല്ലാ വെർബ് യൂസ് ചെയ്തു ഇങ്ങനെ പറയാട്ടോ. എന്നെ തിരികെ വിളിക്കൂ, കോൾ മീ ബാക്ക്, കോൾ മീ ബാക്ക്. അത് തിരികെ വാങ്ങും, അതായത് കൊടുത്തൊരു വസ്തു വീണ്ടും വാങ്ങും എന്ന് പറയുമ്പോൾ ബൈ ഇറ്റ് ബാക്ക്, ബൈ ഇറ്റ് ബാക്ക്. ഓക്കെ, അപ്പോ ഇങ്ങനെ നമുക്ക് ഓരോരോ സെന്റൻസുകളും ഇത് വെച്ചിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റൂട്ടോ. അപ്പൊ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്കൊരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ തരാം കേട്ടോ. നമ്മൾ ഫോൺ ആരോ വാങ്ങി, ആ സമയത്ത് നമ്മൾ പിന്നെ ചോദിക്കുകയാണത്, എന്റെ ഫോൺ എവിടെയാണ്, അത് തിരികെ തരൂ എന്നെങ്ങനെയാ പറയാ? ഒന്ന് താഴെ കമന്റ് ചെയ്യാം കേട്ടോ. ഞാനിപ്പം ഓൾറെഡി ഞാൻ 2-3 സെന്റൻസ് തന്നെന്ന് തോന്നുന്നു അല്ലെ. അപ്പൊ അതുപോലെ നിങ്ങൾ എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വെക്കുക. അപ്പൊ ശരി, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.